ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ലൊരു കോട്ടയം സ്റ്റൈൽ മുളകിട്ട് മീൻകറി നോക്കിയാലോ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഇതിലേക്ക് ആവശ്യത്തിന് കടുകും അതുപോലെ ഉലുവയും ഇട്ട് കൊടുക്കാവേ. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ വെളുത്തുള്ളിയും ഒരു 2 സ്പൂൺ അടുത്ത് ഇഞ്ചി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 6-7 ചുവന്നുള്ളി ഞാൻ ചതച്ച് വെച്ചേക്കുന്നതാണ്, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാവേ. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ആഡ് ചെയ്ത് കൊടുക്കാവേ. ഒരു 1/4 സ്പൂൺ മിച്ചം മഞ്ഞൾപ്പൊടി, ഒരു 4 സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഇതിന്റെ പച്ചമണം എല്ലാം മാറി വരുന്നത് വരെ നമുക്ക് നല്ലപോലെ മൂപ്പിച്ചെടുക്കണേ. ഞാൻ ഒരു 3 ചുള പുളി എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കാവേ. നമ്മുടെ ചാറ് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിന്റെ പീസുകൾ ഇട്ട് കൊടുക്കാവേ. നമ്മുടെ മീനിന്റെ പീസുകളെല്ലാം നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവേ. ഇപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരല്പം പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാവേ. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്ത് വേണേലും നമ്മളെ അറിയിക്കുകയും ചെയ്യണേ.